എല്ലാ ആഘോഷങ്ങളും നല്ല ഓർമ്മകളാണ് മനസ്സിൽ കൊണ്ടുവരിക. നാട്ടുത്സവങ്ങളാവട്ടെ സമൃദ്ധിയുടെ മലയാൺമയിലേക്കുള്ള നല്ല മടക്കയാത്ര കൂടിയാണ്. ജനിച്ചു വളർന്ന മണ്ണിലേക്കും കൂട്ടുചേർന്ന സഹജീവികളിലേക്കുമുള്ള ഹൃദ്യമായ യാത്രകളുടെ അനുഭൂതികൾ കൊണ്ട് നിറയട്ടെ ഇത്തരം എല്ലാ ആഘോഷങ്ങളും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി. പ്രവാസ ലോകത്ത് ഇക്കുറിയും ആഘോഷങ്ങൾക്ക് കുറവില്ല. ഈ വിഷുക്കാലം പ്രവാസികൾക്ക് ഗതകാല സ്മരണകൾ അയവിറക്കാനുള്ള അവസരമോ അതോ സമൃദ്ധിയുടെ ആഘോഷമോ? പലതും നഷ്ടപ്പെടുമ്പോഴും ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നുള്ള ആശ്വാസത്തിലാണ് വിഷുവേളയിലെ പ്രവാസി മനസ്സ്. കാതങ്ങൾക്കിപ്പുറം കൊന്നപ്പൂവും കണിവളരിയും ചേർത്ത് സമൃദ്ധിയുടെ വിഷുക്കണി അവർ രൂപപ്പെടുത്തുന്നു. നഷ്ടബോധത്തിനിടയിലും പ്രത്യാശയുടെ പുതുപുലരികൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന പ്രവാസി മനസ്സുകളിലൂടെയാണ് ഇത്തവണ ടീ ടോക്കിന്റെ സഞ്ചാരം. പ്രവാസ ലോകത്തിനുള്ള ടീ ടോക്കിന്റെ വിഷു കൈനീട്ടം അതുകൂടിയാണ് ഈ തുറന്നു പറച്ചിൽ. ഈ വിഷുദിനത്തിൽ പ്രവാസ ലോകത്തെ വിഷുവിശേഷങ്ങൾ അറിയാം ടീ ടോക്കിലൂടെ. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം ടി എ റസാഖ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. നിരവധി സിനിമകൾക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട്. കാണാക്കിനാവ്, പെരുമഴക്കാലം തുടങ്ങിയ ചിത്രങ്ങളുടെ കഥയ്ക്കും തിരക്കഥയ്ക്കും ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. 3-ാം നാൾ ഞായറാഴ്ചയാണ് ആദ്യ സംവിധാന സംരംഭം. നിമ്മി ദുബൈയിലെ ഹിറ്റ് 96.7 FM RJ. ഗായിക കൂടിയായ നിമ്മി സിനിമകളിലും TV സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. എറണാകുളം മുപ്പത്തടം സ്വദേശിനി നിമ്മി കുടുംബത്തോടൊപ്പം ദുബൈയിൽ താമസിക്കുന്നു. EK ദിനേശ് കോഴിക്കോട് വടകര സ്വദേശി, ദുബൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ദിനേശ് കുടിയേറ്റത്തിന്റെ സാമൂഹിക പാഠങ്ങൾ, പ്രവാസ ജീവിതം എന്നീ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തുഷാര ദീപു കഴിഞ്ഞ 7 വർഷമായി UAE-യിൽ, നാട്ടിൽ പത്തനംതിട്ട പന്തളം സ്വദേശിനി, കുടുംബത്തോടൊപ്പം ദുബൈയിൽ താമസിക്കുന്നു. റസാഖ്, പ്രവാസത്തിലെ വിഷു എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു വാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ കുറെ കാലങ്ങളായിട്ട് ഇവിടെ വിഷു ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരികയും നാട്ടിലത്തെ വിശേഷങ്ങൾ അറിയുകയും രണ്ടും കൂടെ ആകുമ്പോൾ ശരിക്കും പ്രവാസത്തിലെ വിഷു വ്യത്യസ്തമായിട്ട് തോന്നാറുണ്ടോ? അത് ഞാനൊരു പ്രവാസി എന്ന് പറഞ്ഞാൽ വന്നു പോകുന്ന ഒരാൾ, ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ നാടായി മാറുകയുള്ളൂ. നമ്മൾ നാട് വിട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മറ്റൊരു കാര്യങ്ങളൊന്നും മാറുന്നില്ല. നമ്മുടെ അച്ഛനമ്മയോ നമ്മുടെ കുടുംബമോ നമ്മുടെ സ്വപ്നങ്ങളോ ഒന്നും മാറുന്നില്ല. പക്ഷെ ചെല്ലുന്നിടം നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രവാസത്തിൽ സത്യത്തിൽ നമ്മൾ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രവാസി അല്ല, അല്ലെങ്കിൽ എൻ്റെ പ്രവാസം കൊണ്ട് എനിക്ക് നഷ്ടങ്ങളില്ല എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുന്നത് പലപ്പോഴും ഇത്തരം വാർഷിക ആഘോഷങ്ങൾ വരുമ്പോഴാണ്. കാരണം നാട്ടിൽ ആഘോഷിക്കുന്ന വിഷു ഇവിടെ ആഘോഷിക്കുക, ഓണം ഇവിടെ ആഘോഷിക്കുക, അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ദൂരമില്ലാതാവുന്നു. അതെല്ലായിടത്തും ഉള്ളതാണ്. കണി കണ്ട് നന്മയുള്ളൊരു കാലത്തിലേക്ക് ഉണരുക എന്നുള്ളതാണ്. നമ്മൾ കണി കാണുന്ന ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം കണിക്കൊന്നയുണ്ട്, കണിവെള്ളരിയുണ്ട്. ഇതിപ്പം നമ്മൾ പ്രവാസത്തിൻ്റെ കാര്യം പറഞ്ഞു, കേരളീയന് കണി കാണണമെങ്കിൽ പൂവ് തമിഴ്നാട്ടിൽ നിന്ന് വരണം, മനസ്സിലായില്ലേ? വെള്ളരി വേറെ രാജ്യത്ത് നിന്ന് വരണം. നമുക്ക് കൃഷിയില്ലാതായി. അപ്പോൾ അതുകൊണ്ട് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെയും ഇവിടുത്തെയും എന്നല്ല, അപ്പം അവിടെയും ഇവിടെ ഒന്നും വിഷുവിൽ അല്ലെങ്കിൽ ഓണത്തിലെ വ്യത്യാസങ്ങളില്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ ആഘോഷങ്ങൾ വേറൊരു രീതിയിൽ നോക്കാൻ, മീഡിയയിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ മീഡിയയിലുണ്ടായിരുന്നു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിഷുവിന് കുറേ ചലച്ചിത്രം ഉണ്ടാവും, വിഷുവിന് കുറേ പരിപാടികളുണ്ടാവും. ഇവിടെയും റേഡിയോയിൽ അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ് വിഷുവിനുള്ള മീഡിയ സൈഡിൻ്റെ ഒരു? അതിലെനിക്ക് തോന്നുന്നു നാടും ഇവിടെ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ നാട്ടിൽ ആൾക്കാർക്ക് നൊസ്റ്റാൾജിയ ഇല്ലല്ലോ, നാട്ടിലാണല്ലോ അവർ. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് വിഷു എന്ന് പറയുമ്പോൾ അതൊരു നൊസ്റ്റാൾജിയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ചെറുപ്പത്തിൽ നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്ത കാര്യം അച്ഛനും അമ്മേനെ മിസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ഫാമിലി നാട്ടിലായിരിക്കാം, ഇവിടെ വിഷു ഒറ്റയ്ക്ക് ആഘോഷിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് അവരൊറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കൂട്ടിനുണ്ട് എന്നുള്ളൊരു തോന്നൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മീഡിയ പലപ്പോഴും എല്ലാ എന്താ പറയുക, ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആശംസകൾ റേഡിയോ കൂടി അറിയിക്കുക, പാട്ട് കേൾപ്പിക്കുക, പിന്നെ സമ്മാനം കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മീഡിയ കൂടുതലും. അത് നാട്ടിൽ ഒരുപക്ഷെ അത് ഇല്ല എന്ന് തന്നെ പറയാം. ഇല്ല, കാരണം നാട്ടിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നാട്ടില് വിഷു പ്രോഗ്രാംസ് അതിപ്പോ സിനിമയാകാം, നാട് തന്നെയുണ്ട്, അതില്ല. ഇവിടെയുള്ള നമ്മൾ മീഡിയ മിക്കപ്പോഴും ചെയ്തത് ഇതായിരിക്കും, എങ്ങനെ അവരുടെ വിഷുവില് അവരുടെ ആ ഒരു സങ്കടം മാറ്റി അവർക്ക് നല്ലൊരു സന്തോഷം കൊടുക്കാനായിട്ട് സാധിക്കും. സമ്മാനത്തോടിലൂടെയാണ്, അല്ലെ എന്താണോ അത് ചെയ്യാൻ പറ്റുന്നതിന്റെ രീതിയിൽ ചെയ്യാം.
അതാണ് ഇവിടുത്തെ ഇപ്പൊ നാട്ടില് ഒരു കാരണവരുണ്ടാവും, കാരണവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഇവിടെ എന്തായാലും ഉണ്ടാവില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുത്തിട്ട് നമ്മൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് തീർക്കുന്ന ഒരു തരത്തിലുള്ള, അതും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ പെട്ടെന്നൊന്ന് കണി കണ്ടിട്ട് അങ്ങ് ഓടുക എന്നുള്ളൊരു ഓട്ടം മാത്രമാണ് ശരിക്കും കാണുന്നത്. ദിനേശിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 വർഷമായിട്ടുള്ള ഈ പ്രവാസ ജീവിതത്തിൽ മക്കൾ നാട്ടിൽ, വിഷു ഇവിടെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഷുവാണ് ശരിക്കും. ആ വിഷു എങ്ങനെയാണ് ദിനേശ് അതിനെ ആഘോഷമാണോ അതോ പണ്ട് വിഷു ആഘോഷിച്ചതിൻ്റെ ഓർമ്മകൾ മാത്രമാണോ? ഇല്ല, അതല്ല, എനിക്കിപ്പോൾ മക്കൾ നാട്ടിലായതുകൊണ്ട് എൻ്റെ വിഷു പൂർണ്ണമല്ല എന്ന് പറയുന്നില്ല. നമ്മൾ ഏതൊരു മനുഷ്യൻ്റെയും ബാല്യ യൗവന കാലത്തുണ്ടാകുന്ന നല്ല ഓർമ്മകളാണ് അവരുടെ വളർച്ചയിൽ അവരെ സന്തോഷിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ബാല്യവും യൗവനവും ഇല്ലാത്തടത്തോളം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതാണ് എനിക്ക് വിഷു. മക്കൾ നാട്ടിലാണ്, കഴിഞ്ഞ 7 വർഷമായിട്ട് ഭാര്യ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പ്രത്യേക കാരണത്താൽ ഞങ്ങൾക്ക് ഒരു ഗൾഫിലേക്കൊരു കുടിയേറ്റം ആവശ്യമെന്താണ്. അപ്പോൾ ഓരോ വിഷുവിൻ്റെ തലേന്നാളും മക്കളെ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, അവർക്ക് വേണ്ടത് വീട്ടിൽ നിന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ഉള്ളപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളില്ലാത്തപ്പോൾ അവർ കിട്ടുന്നുണ്ട്. എങ്കിലും ഒരച്ഛനും അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മക്കളോട് ഒരു കുടുംബത്തോട് ഒന്നിച്ച് ആഘോഷങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 90% തൊഴിലാളികളും ഈ വിഷു ആഘോഷം നാട്ടിൽ ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ തിരക്കിട്ട ജോലിയിലായിരിക്കും. അവരുടെ മനസ്സിലാണ് വിഷു ഒരു ഓർമ്മയായിട്ട് വല്ലാണ്ടിങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്നത്. ആ നീറ്റലിലാണ് പ്രവാസികൾ വിഷുവിനെ ആഘോഷമാക്കി മാറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ദിനേശിൻ്റെ ആ ഒരു കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഒരു വീട്ടമ്മ എന്ന രീതിയിൽ തുഷാരയ്ക്ക് പറയാനുള്ള ഒരു വിഷയം, അതായത് നാട്ടിൽ വിഷു ആഘോഷിച്ചതിൻ്റെ ഓർമ്മകളുണ്ട്. ഇവിടെ വിഷു എന്ന് പറയുമ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. എന്തൊക്കെയാണ് ഒരു വീട്ടിൽ, ഇവിടെ ഒരു പ്രവാസിയുടെ വീട്ടിലുള്ള വിഷുവിൻ്റെ ആഘോഷ രീതികൾ? ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു 10 ഫാമിലിയോളം ഉണ്ട്, പിന്നെ റിലേറ്റീവ്സ് ഉണ്ട് കുറേ. അപ്പം തലേ ദിവസമേ വിഷുക്കണിക്കെല്ലാം ഇവിടെ കിറ്റാണല്ലോ കിട്ടുന്നത്, കിറ്റ് വാങ്ങിച്ച് വിഷുക്കണിയൊക്കെ ഒരുക്കി തലേ ദിവസം തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുടെ കൂടി നല്ല കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ കണി കണ്ട് സദ്യ ഒരുക്കും. എല്ലാവരും ചേർന്ന് സദ്യ ഒരുക്കി ഉച്ചയ്ക്ക് സദ്യ കഴിച്ച് വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് ആഘോഷിക്കുന്നത്. കണിക്കൊന്ന പ്ലാസ്റ്റിക്കിൽ ഇറങ്ങുന്നതിന്റെ വശവും കൂടെ ഉണ്ട് ഇവിടെ. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണോ അതോ കണിക്കൊന്ന വാങ്ങിക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ? ഇല്ല, കണിക്കൊന്നതിന് കിട്ടും, പക്ഷെ വാടിയതായിരിക്കും കിട്ടുക എപ്പോഴും. ഇപ്പോൾ തുഷാര പറഞ്ഞ കാര്യമാണെങ്കിലും ദിനേശ് പറഞ്ഞ കാര്യമാണെങ്കിലും ശരിക്കും സിനിമയിൽ മാത്രം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ളൊരു ജീവിതമാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നാട്ടിൽ നിന്നും വിട്ട് ഇവിടെ വിഷുവിൻ്റെ വേറെ ചില രീതികൾ, ഈ ഒരു കൂട്ടായ്മ, സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുകൂടി ഒരു കണി കാണുക അല്ലെങ്കിൽ സദ്യ ഒരുക്കുക, ഇതൊന്നും നാട്ടിൽ എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്? പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഷുവാന്ന് തോന്നുന്നു ഈ കൂട്ടായ്മയുടെ വിഷു. ഇതിൽ അതിൻ്റെ ഒരു മനഃശാസ്ത്രം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു സത്യസന്ധമായൊരു ഇഷ്ടമുണ്ടല്ലോ, സത്യസന്ധമായൊരു ആഗ്രഹം. അതുകൊണ്ടായിരിക്കും പ്രവാസിയൊക്കെ ഇപ്പോഴും പ്രവാസികൾ ഇതിന് കൂടുതൽ വില കൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വീട്ടമ്മയായ എൻ്റെ സഹോദരിക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്പം വാടിയാലും, ഇത് ഈ കണിക്കൊന്ന അല്പം വാടിയാലും ആ വാടിയതാണെങ്കിലും മനസ്സിൽ ഈ തീവ്രമായ അതിനോടുള്ള ബഹുമാനം പുലർത്തുന്നുണ്ടെങ്കിൽ ആ വാട്ടം മാറി സത്യസന്ധമായിട്ട് അതിനെ ഉൾക്കൊള്ളുമ്പോൾ, അല്ലാതെ ജ്വലിച്ച് നിൽക്കുന്നുള്ളത് കൊണ്ട് മാത്രമായില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിലായിക്കോട്ടെ നടക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ. നമുക്കൊരിടത്ത് ഇരിക്കാനാവില്ല ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ. പിന്നെ കടൽ കടന്നും ഒരുപാട് കരകൾ താണ്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ ജീവിത മത്സരത്തിൽ പരാജിതനായി പോകും. തന്നെയല്ല, അങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അച്ഛനും അമ്മയ്ക്കും നല്ലൊരു വിഷു ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളെവിടെയോ പോയി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നമ്മളെവിടെയോ പോയി ഇത്തിരി കഷ്ടപ്പെട്ടാലും അത് സാധിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ വിഷു ഉണ്ടാവുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും മക്കളെയും വിട്ട് എവിടെയും പോകില്ലെന്ന് അവിടെ ഇരുന്നാൽ നമുക്ക് അവിടെ ആരെങ്കിലും അരി വാങ്ങിക്കാൻ പറ്റില്ല. അല്ല, അതിനകത്ത് രസം ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അപ്പോൾ ഇക്ക പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ വീട് വിട്ട് പുറപ്പെടുന്ന ഒരാൾ മാത്രം വീടിന് പുറത്തും ബാക്കി എല്ലാവരും വീടിനുള്ളിലേക്കൊരു അവസ്ഥയുണ്ട്. ഇത് ദീർഘകാലത്ത് വരുമ്പോൾ പുറത്തു പോയതിനൊന്നും പുറത്താക്കപ്പെടുന്ന ഒരു ചുറ്റുപാട് നമ്മൾ കേരളത്തിലുണ്ട്. ഇവിടെ ഒരു 10, 20, 30 വർഷം ഗൾഫിൽ ജീവിച്ച ഒരാൾക്ക് നാട്ടിലെ സാംസ്കാരിക രംഗത്തോ പിന്നെ സാഹിത്യ രംഗത്ത് പോലും നേരിട്ട് ഇടപെടാൻ കഴിയും. എന്തിനിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു വിഷയമാണ് ഇലക്ഷൻ, തെരഞ്ഞെടുപ്പുകൾ. അതിന് പോലും അവിടെ ഒരു പൗരനല്ലാതാവുന്നു. ഞാൻ വരുന്നതിന് മുമ്പിൽ എൻ്റെ നാട്ടിൽ എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനം, എന്ത് മരണപ്പെട്ട ആൾക്കാർ ബോഡിയോടൊക്കെ ഞാൻ വൃത്തിയാക്കുന്ന ഞാൻ അത്തരത്തിലാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വീട്ടിൽ കയറി പോയാൽ ഒരു വല്ലാത്തൊരു ആൾക്കൂട്ടത്തിൽ തനിയെന്നൊരു അവസ്ഥ വരുന്നത്, എനിക്ക് ഇടപെടാൻ കഴിയുന്നില്ല. അപ്പോൾ വല്ലാത്തൊരു അകൽച്ച ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മാറി നിൽക്കുന്നുകൊണ്ടാണ്. ഇപ്പോൾ പറഞ്ഞ ശരിയാണ്, ഒരാൾ ഇങ്ങനെ വെന്ത് നീറുമ്പോഴും മറ്റൊരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്
നമ്മുടെ നാട് മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. ഒരു ചെറിയൊരു ഇടവേള എടുക്കാം ടീ ടോക്കിൽ. വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ. വെൽക്കം ബാക്ക് ടു ടീ ടോക്ക്. വിഷു വിശേഷങ്ങൾ, പ്രവാസ ലോകത്തിലുള്ള വിശേഷമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാനുണ്ട്. ഇതിനിടയിൽ നാട്ടിൽ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്, അതായത് എന്തിനാണ് നമ്മൾ ഈ കായും കനിയും കാണുന്നത്, എന്തിനാണ് പുതുപ്പണവും അതിനോടൊപ്പം തന്നെ ഈ സമ്പത്തിനെ നമ്മൾ കണി കണ്ടുകൊണ്ടുവരാൻ വേണ്ടി, നന്മയെ കണി കണ്ടുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കാണുന്നതെല്ലാം പറഞ്ഞു തരാൻ കാരണവരുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത് പഠിക്കുന്നത് വിഷുവാണ്, എന്തോ ഒരു അവധിയാണ്, എന്തോ ഒരു ആഘോഷമാണ്, കുറേ പാട്ടൊക്കെ വരുന്നുണ്ട്, റേഡിയോയിൽ വിഷൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അങ്ങനെയുള്ളൊരു വേർപാടിൻ്റെ ഒരു സത്യവും കൂടെ പ്രവാസ ലോകത്തെ ഈ വിഷുവിനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നിരുന്നാലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേർപാടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും സത്യത്തിൽ മനുഷ്യൻ്റെ എല്ലാ വേദനകളെയും വേർപാടുകളെയും ദാരിദ്ര്യത്തെയും വേദന എല്ലാറ്റിനെയും പിന്നെ ഒന്ന് കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ സാന്ത്വനമായിട്ടാണ് ഒരു ആഘോഷം വരുന്നത്, അല്ലേ? ഏത് കഴിവുള്ളവനായാലും ഇല്ലാത്തവനായാലും പിന്നെ ഒരു വിഷു കൂടി ഒരു പുതിയ ഉടുപ്പിടുന്നു, അല്ലെങ്കിൽ ഒരു സദ്യ അവിടെ ബന്ധുക്കളും അവർ മറ്റുള്ളവർ വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഈ വിഷു എന്തായാലും മുടങ്ങുന്നില്ലല്ലോ, നമ്മൾ മുടക്കിയാലും. പിന്നെ അതിൻ്റെ നന്മയെക്കുറിച്ചോ അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചോ ആ കാര്യങ്ങളൊക്കെ കുട്ടികളെ ഇനിയിപ്പം വരുന്ന കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഇടയ്ക്കാന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ളവർക്ക് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്ന തിരക്കഥ എഴുതുന്ന ഒരാൾ എന്നുള്ളത്, പണ്ട് കഥ പറഞ്ഞു തന്നിരുന്ന മുത്തശ്ശിമാർ നമുക്കില്ലാതെ പോയി എന്ന് പറയാറുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമകൾക്ക് കഥയില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമകൾക്കല്ല കഥയില്ലാതെ പോയത്, നമ്മുടെ സംസ്കാരത്തിന് തന്നെ കഥയില്ലാതായി, നമുക്ക് മുത്തശ്ശിമാരില്ലാതായി. എന്തായാലും മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ഈ കഥകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ നന്നാക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. സ്വദേശപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് അവരെ ഉറക്കി നന്മയിലേക്ക് ഉണരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മുത്തശ്ശി പലപ്പോഴും നമുക്കില്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കഥയില്ലാതായിട്ടുണ്ട്, സിനിമയ്ക്ക് കഥയില്ലാതായിട്ടുണ്ട്, അഥവാ പറയുന്ന കഥ മനുഷ്യനെ കാണാനും കേൾക്കാനും കൊള്ളാതായിട്ടുണ്ട്. ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴും അതൊന്നും അല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മളെ തൽക്കാലത്തേക്ക് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഓർമ്മയിലേക്കൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന വിഷു. അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രസക്തമാവുന്നതും പ്രവാസികൾക്കിടയിൽ തന്നെയാണ്. കാരണം ഈ ഒരുപാട് നഷ്ടത്തിൻ്റെ നൊമ്പരങ്ങൾ, ഒരു സന്തോഷം, നമ്മൾ വീട്ടിലേക്ക് പണം അയക്കുമ്പോഴും വീട്ടിൽ അവിടെ നാട്ടിൽ വലിയ വീട് പണിയുമ്പോഴും ഒക്കെ മനസ്സുകൊണ്ട് ഇവിടെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഓരോ പ്രവാസി ഈ പറഞ്ഞ പോലെ അന്യവൽക്കരിക്കപ്പെടുകയും അന്യനാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്, നാട് നഷ്ടപ്പെടുക. അപ്പോൾ അവിടെ അതിനെല്ലാം കൂട്ടിയിണക്കുന്നത് വിഷുവാണ്. ഇപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റിൽ അമ്മമാരുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ വീട്ടിൽ ഇത് ഇങ്ങനെ കുറേ കണിയൊക്കെ ഒരുക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് കുട്ടികൾ വന്ന് ചോദിക്കുന്നൊരവസ്ഥയാണ് പ്രവാസ ലോകത്തുണ്ടാവാറുള്ളത്. എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്? കാരണം പലപ്പോഴും നമ്മൾ തന്നെ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതെ, ഇവിടുത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും അറിയില്ല, നമ്മളുടെ ആഘോഷങ്ങളെ സംബന്ധിച്ച്. എനിക്കൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഓരോ ഫെസ്റ്റിവലിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത് അവരിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നില്ല, ആ ഒരു സൗകര്യമില്ല. അത് വളരെ ഒരു കഷ്ടമാണ്. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു. അതെ, അതെന്ന് വൃത്തിയുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രായം നാട്ടിലെ കുട്ടികളെ വിളിച്ചിട്ട് വിഷു വിഷ് ചെയ്യാന്നുള്ളത് അവിടുത്തെ വിഷു വിശേഷങ്ങൾ അറിയാനാണോ അതോ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനാണോ കൂടുതൽ താല്പര്യം? അല്ല, ഞാൻ ഇവിടുത്തെ എൻ്റെ എല്ലാ ജീവിത ചുറ്റുപാടും മക്കളെ ആദ്യം പറഞ്ഞു ധരിപ്പിക്കും. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ ഈ പരിപാടി ഞാൻ മകളോട് പറഞ്ഞു പറഞ്ഞു, 10ാം ക്ലാസ് പഠിക്കുന്ന മകളോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഓരോ ദിവസവും ഞാൻ വൈകിട്ട് അവളെ വിളിച്ചിട്ട് അന്നത്തെ സ്കൂൾ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കും, ഫ്രണ്ട്സ് വിളിച്ചോ എന്ന് ചോദിക്കും, എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ വിഷുവിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് വളരെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാണാനില്ലാതെ ഒരു നെല്ല് എവിടെയോ പാലക്കാട് വഴിക്ക് അങ്ങോട്ട് പോകുമ്പം വയൽ കാണിച്ചു കൊടുത്തപ്പോൾ അതെന്താണെന്ന് കുട്ടി ചോദിച്ചപ്പം ഇവൻ പറഞ്ഞു കൊടുത്തു അത്രേ, അത് നെല്ലാണ്, അതിൽ നിന്നാണ് അരി ഉണ്ടാവുന്നത്, അരിയാണ് അതാണ് ചോറ്. അപ്പം കുട്ടിക്ക് ഭയങ്കര, അപ്പോൾ ചോറുണ്ടാവുന്ന വൃക്ഷമാണല്ലോ ഇത്, നെൽച്ചെടിയെക്കുറിച്ചേ. അപ്പോൾ അത് ആ കുഞ്ഞിൻ്റെ കുറ്റമല്ലത്, നഷ്ടപ്പെട്ടു പോയി കാണാനില്ലാതാവുമ്പോൾ. അതെ, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയോടോ കൂടെ നമ്മൾ വയലിലേക്ക് പോകും, നമ്മളത് അനുഭവം